ദൈവം നൽകിയ സാഹചര്യങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിൽ വരുമ്പോൾ എന്റെ ചിലപ്പോൾ വളരെ പരിചയമുള്ള മുഖങ്ങളെയും പരിചയമുള്ള ശബ്ദങ്ങളെയും എല്ലാം അവരുടെ കൂടെ കേൾക്കുവാനും കാണുവാനൊക്കെയുള്ള അവസരമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ എല്ലാ വർഷവും ഇവിടെ വരുന്നുണ്ട്. ഇതിനെ സ്നേഹബന്ധം പൂർണ്ണ ദൈവം സഹായിക്കുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഞങ്ങളെയും കുടുംബമായിട്ട് തന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വൻകൃപയാൽ ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ വിശ്വസ്തരെ നിൽക്കുവാൻ ദൈവത്തിന്റെ പ്രത്യേകമായ കൃപ നൽകി ഇതുവരെയും ദൈവം നടത്തി വരുന്നു. തുടർന്ന ദിവസങ്ങളിലും ആ വലിയവനായ ദൈവത്തെ ശരണപ്പെട്ടുകൊണ്ട് തന്നെ കർത്താവിന്റെ കൃപ നോക്കിക്കൊണ്ട് കൃപ ലഭിച്ചവരായിട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ എല്ലാവരും ഞങ്ങളെയും കുടുംബമായിട്ട് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക. എന്റെ ഭവനത്തിൽ എനിക്ക് 2 മക്കളാണ് ഞങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഇന്ന് മകൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവനും ചില വർഷപ്പൂർവ്വ കർത്താവിനെ അറിയുവാനും സ്നാനപ്പെടുവാനും അല്ലെങ്കിൽ കൂട്ടുകാരനായിരിക്കുന്നു. അവന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളിൽ 12ാം ക്ലാസ് വരെ അയക്കുവാണ്. അവനും ആ രീതിയിലെ അടുത്ത ഒരു തിരഞ്ഞെടുപ്പ്, അടുത്ത കരിയർ എങ്ങനെ ഏത് രീതിയിലുള്ള കോഴ്സ് എടുക്കണം എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു സമയമാണ്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. എന്റെ മകൾ അവളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അവള് ജോലിയിൽ പ്രവേശിച്ചു. നാഗ്പൂരാണ് ആദ്യത്തെ രീതിയിലുള്ള പ്ലേസ്മെന്റ് ലഭിച്ചിരിക്കുന്നത്. നാഗ്പൂരുള്ള സഭയിൽ ചെല്ലുവാനിടയായപ്പോൾ അവൾ അല്പം നേരത്തെ ആദ്യമായിട്ട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു പ്രായമുള്ള അമ്മച്ചിയെ കണ്ടു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അമ്മച്ചിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്റെ മമ്മിയുടെ കൂട്ടുകാരിയാണ്, ഇവിടെ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞു. നമ്മുടെ പ്രിയ മോളിസോറിയാണ്, ഭാര്യയായിരിക്കുന്ന മോളിസോറിയാണ് അതിൽ കണ്ടത്. അപ്പോ അത് അവൾക്ക് വളരെ സന്തോഷമായി. ആ രീതിയിൽ അവിടെ പോയപ്പോഴും തൃശ്ശൂരിലുള്ള മെലുകുന്നുള്ള ഒരാളെ കണ്ടു എന്നൊക്കെ ഉള്ള ഒരു അനുഭവങ്ങള് അവൾക്ക് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയായി. ഈ രീതിയിൽ കർത്താവ് ആക്കിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവളും ആ രീതിയിലെ വിശ്വസ്തരായിട്ട് നിൽക്കുവാൻ അവളെയും പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സഭയിലും ദൈവം ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളെ നൽകി ആ രീതിയിലെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയും വിശ്വസ്തരായിട്ട് കർത്താവിന്റെ വചനം കൂടുതലായിട്ട് ആ രീതിയിലെ പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥന അവരുടെ കൂടെ അപേക്ഷിച്ചു കൊടുക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് തിരിക്കാം. ഞാൻ എബ്രായ ലേഖനം 11ാം അധ്യായത്തിന്റെ 13ാം വാക്യമാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 11ാം അധ്യായം അതിന്റെ 13ാം വാക്യം. എല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിനന്ദിച്ച് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ കൂടെ വായിക്കാം. These all died in faith, not having received the promises, but having seen them afar off, and were persuaded of them, and embraced them, and confessed that they were strangers and pilgrims on the earth. ആ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു മലയാളീകരണം നാം വായിക്കുമ്പോൾ അതിപ്രകാരം വായിക്കാം: ഇവരെല്ലാവരും വാഗ്ദത്തങ്ങളെ പ്രാപിക്കാതെ ദൂരത്തു നിന്ന് കണ്ട് പ്രേരിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ ബോധ്യപ്പെടുകയും വിശ്വസിക്കുകയും ആശ്ലേഷിക്കുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പ്രദേശവുമാകുന്നു എന്ന് ഏറ്റുപറയുകയും ചെയ്തു വിശ്വാസത്തിൽ മരിച്ചതാണ്. ഈ ഭാഗത്തെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എബ്രായ ലേഖനത്തിന്റെ 11-12 അധ്യായങ്ങൾ കൂടെ നമ്മുടെ മുമ്പിൽ ഈ വേദഭാഗത്തിന്റെ പഠനത്തോടനുബന്ധിച്ച് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എബ്രായ ലേഖനം 11ാം അധ്യായം വിശ്വാസവീരന്മാരുടെ നീണ്ട നില തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ രേഖപ്പെട്ടിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ തങ്ങളുടെ ജീവിതകാലത്ത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായിട്ട് അവർക്ക് അതിൽ നടപ്പിലാകുന്നത് കണ്ടില്ല എന്നുള്ളൊരു ആശയമാണ് നമുക്ക് ഈ വാക്യത്തിലൂടെ കാണാൻ സാധിക്കുന്നത്.
ഇവരെല്ലാവരും വാഗ്ദത്തങ്ങളെ പ്രാപിക്കാം. ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ അത് പൂർണ്ണമായി അനുഭവിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ തക്കവണ്ണം സാധിക്കാതെ കടന്നുപോയവരായിരുന്നു അതിൽ മിക്ക സ്ത്രീ പുരുഷന്മാർ. പഴയ വിശുദ്ധന്മാരായിരിക്കുന്ന അനേകരുടെ ജീവിതങ്ങളെ നമുക്ക് ഈ 12-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. 12-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അതുകൊണ്ട് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന് പറഞ്ഞുകൊണ്ട് ആ പഴയ വിശുദ്ധന്മാരുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യത്തെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മളോടുള്ള ആഹ്വാനമാണ് ദൈവം ചെയ്യുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തക്കമുള്ള ഒരു ആഹ്വാനം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വാക്യം വളരെ പ്രസക്തമാണ്. നാം ഈ വാക്യത്തെ ഒന്ന് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസ ജീവിതത്തിന്റെ ചില പ്രമാണങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിശ്വാസത്താൽ ജീവിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എന്റെ ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒരു ആമുഖമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന നാം ഓരോരുത്തരും, രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുന്ന ഓരോരുത്തരും വിശ്വാസ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അനേകം വാഗ്ദാനങ്ങളെ കുറിച്ചുള്ള ആ ഉറപ്പ്, അറിവ് അവർക്ക് ലഭിച്ചു തുടങ്ങുകയാണ്. എന്നാൽ ഒരിക്കലും ഈ വിശ്വാസ ജീവിതത്തിൽ നാം ആശിക്കുന്ന കാര്യങ്ങൾ അത് തൽക്ഷണം പ്രാപിക്കുന്നതിനെ കുറിച്ചല്ല അവിടെ നാം കാണുന്നു. നാം പ്രതീക്ഷിക്കുന്ന കാര്യം ദൂരത്ത് ആയിരിക്കുമ്പോൾ തന്നെ നാം വാഗ്ദത്തം ചെയ്തവരെയും വാഗ്ദത്തത്തെയും എത്രമാത്രം വിശ്വസിക്കുന്നു, അതിനെ മുറുകെ പിടിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. ഞാൻ ഈ വാക്യത്തിന്റെ ആശയമാണ് ലഘൂകരിച്ച് പറയാനായിട്ട് ശ്രമിച്ചത്. തൽക്ഷണം നമ്മുടെ കയ്യിലായി എന്നുള്ളതല്ല, മറിച്ച് ദൂരമേ ആയിരിക്കുമ്പോൾ തന്നെ നാം എത്രമാത്രം സഹനത്തോടുകൂടെ അല്ലെങ്കിൽ സഹിഷ്ണുതയോടുകൂടെ നാം വിശ്വസിച്ചതിനെയും അവൻ വാഗ്ദത്തം ചെയ്തതിനെയും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിരുദ്ധമായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഏതെല്ലാമാണ്? നമുക്ക് എല്ലാ വാഗ്ദത്തങ്ങളും വിശദീകരിക്കാനായിട്ട് സമയമില്ല. എങ്കിലും ചില വാഗ്ദത്തങ്ങളെ കുറിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ എത്തിക്കും. ഗോത്രപിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അവർ വിശ്വസിച്ച ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, അവർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ നാം പൊതുവായി പരിശോധിക്കുമ്പോൾ കേവലം വ്യക്തിപരമായ നേട്ടങ്ങളായിരുന്നില്ല, മറിച്ച് അവ ലോകത്തിലുള്ള ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ ഭാഗമായ ചില അവകാശങ്ങളായിരുന്നു. അവർക്ക് ലഭിച്ച പ്രോമിസസ്, അവർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ അവരുടെ വ്യക്തിപരമായ ആവശ്യത്തിന് മാത്രം ഒന്നുമല്ല, മറിച്ച് അവരിലൂടെ ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയെ അൺഫോൾഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ വിടർത്തിത്തരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചുകൊണ്ട് നൽകിയ വാഗ്ദത്തങ്ങളായിരുന്നു. നമുക്ക് ഓരോന്നായിട്ട് 2-3 നമുക്ക് നോക്കാം. ആദ്യം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കരയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഇവിടെ ദേശത്തെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തം ദൈവം നൽകുന്നു. ഈ വാഗ്ദത്തം അനുസരിച്ച് അബ്രഹാം കനാനിലേക്ക് യാത്രയായി. നമുക്കറിയാം, എന്നാൽ അബ്രഹാം ആ ദേശത്ത്, ആ വാഗ്ദത്ത ഭൂമിയിൽ അവൻ നെടുകയും കുറുകയും സഞ്ചരിച്ചു എന്നല്ലാതെ അവിടെ കൂറ്റൻ കെട്ടിടമോ പട്ടണമോ പണിയാതെ കൂടാരങ്ങളിലാണ് ജീവിതകാലം മുഴുവനും കഴിഞ്ഞത്. അവൻ ഒരു സ്ഥലത്തും സ്ഥിരമായി താമസിച്ചതായി നാം കാണുന്നില്ല, മറിച്ച് ഒരു യാത്രക്കാരനായി, അല്ലെങ്കിൽ ബൈബിൾ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു പരദേശിയായി തന്റെ പ്രയാണം
ആ രീതിയിൽ നടക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാം എന്ത് പൈസ കൊടുത്ത് വാങ്ങി ചോദിച്ചാൽ ഒരു ശവക്കല്ലറ, ആ മക്ബേല എന്നറിയപ്പെടുന്ന ആ കല്ലറ മാത്രമാണ് താൻ പൈസ കൊടുത്ത് വാങ്ങിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ദേശത്തെ കുറിച്ചുള്ള വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്തു എങ്കിലും നാം കാണുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിൽ ആ വാഗ്ദത്തം അവൻ ആ രീതിയിലെ എക്സ്പീരിയൻസഡ് ആയിട്ട് കാണുന്നില്ല. അവൻ അവിടെയും നോക്കിക്കൊണ്ടിരിക്കുവാണ്. അതിലേക്ക് ദൈവം ശില്പിയായി നിർമ്മിച്ച പട്ടണത്തിനായിട്ട്, ദൈവം വാഗ്ദത്തം നൽകുന്ന പട്ടണത്തിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതായിരുന്നു അബ്രഹാമിന്റെ ജീവിതത്തിലെ നാം ഒന്നാമത്തെ വാഗ്ദത്തത്തെ കുറിച്ച് കാണുമ്പോൾ കാണുന്ന പ്രത്യേകത. മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടാമത് ഉൽപ്പത്തി 15:5 വാക്യത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിന്റെ 5 വാക്യം. ഇവിടെ ഒരു വലിയ ജനതയെ കുറിച്ചുള്ള ഒരു വാഗ്ദാനം ദൈവം നൽകുന്നതായി കാണാൻ സാധിക്കും. വളരെ പരിചിതമായ ആശയങ്ങൾ തന്നെയാണ്. വാക്യം വായിക്കുന്ന പ്രകാരമാണ്. പിന്നെ അവനെ പുറത്തു കൊണ്ടുവരുന്നു. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. എന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. നമുക്കറിയാം, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ 3 പേരും മരിക്കുമ്പോൾ അവർ ഒരു വലിയ ജനതയായി രൂപപ്പെട്ടിട്ടില്ല. കേവലം 70 പേർ മാത്രമായിരുന്നു യാക്കോബിന്റെ കുടുംബം. അപ്പോൾ എന്നെ വലിയ ജാതിയാക്കുമെന്ന് യഹോവ അബ്രഹാമിനോട് പറഞ്ഞത് അബ്രഹാമിനെ അബ്രഹാമിൽ നിർവഹിച്ചോ എന്ന് നാം സംശയിക്കാറുണ്ട്. അവിടെ ഒരിക്കലും അബ്രഹാമിന്റെ ആ അവസ്ഥയിൽ, ആ വ്യക്തിപരമായ അവസ്ഥയിൽ അത് നിർവഹിച്ചിട്ടില്ല. അബ്രഹാമിന്റെ മരണത്തിന് ശേഷം ദൈവത്തിന്റെ അനുഗ്രഹം ആ രീതിയിൽ അബ്രഹാമിലൂടെ, നമുക്കറിയാം, നാം എല്ലാം ആ രീതിയിൽ അബ്രഹാമിന്റെ ആ വിശ്വാസ അബ്രഹാമിന്റെ മക്കളായി തീർന്നിരിക്കുന്നു. വലിയൊരു ജാതി എന്ന രീതിയിൽ വലിയൊരു ഫാമിലിയുടെ ഭാഗമായി നാം തീർന്നിരിക്കുക. പക്ഷേ അബ്രഹാമിന്റെ ജീവിത സമയത്ത് അബ്രഹാം ഈ വാഗ്ദത്തം അവൻ മുറുകെ പിടിച്ചു എന്നത് ശരിയാണ്. പക്ഷേ അത് ഒരിക്കലും അവനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. മൂന്നാമത്തെ ആശയം മൂന്നാമത്തെ ഭാഗം നമുക്ക് നോക്കാം. അതിന്റെ 12 അധ്യായത്തിൽ തിരിച്ചു വരാം. 3-ാം വാക്യത്തിൽ സകല ജാതികൾക്കുമുള്ള അനുഗ്രഹത്തിന്റെ വാഗ്ദത്തം കാണാൻ സാധിക്കും. ഞാൻ 3 വാഗ്ദത്തങ്ങൾ മാത്രമേ ഉദാഹരണമായി എടുത്തിട്ടുള്ളൂ. ഈ 3-ാമത്തെ വാഗ്ദത്തം എന്താണ്? നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഒരുപക്ഷെ ഏറ്റവും വലിയ വാഗ്ദത്തം ഇതാണ്. ഈ വാഗ്ദത്തത്തിന്റെ ശരിയായ അർത്ഥം യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷാ പദ്ധതിയെ പറ്റിയുള്ള വാഗ്ദത്തമായിരുന്നു. നിന്നിലൂടെ എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ വംശത്തിലൂടെ ആ മശീഹയെ നൽകി, അതിലൂടെ സകല ജനവും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്ന ആ വലിയ രക്ഷാ പദ്ധതിയെ കണ്ടുകൊണ്ട് ദൈവം നൽകിയ വാഗ്ദത്തമായിരുന്നു ഈ വാഗ്ദത്തത്തിന്റെ ലക്ഷ്യം. എന്നാൽ നമുക്കറിയാം, ഗോത്രക്കാരനും അബ്രഹാമോ ഒരാളും തന്നെ തങ്ങളുടെ ഈ ജീവിതകാലത്ത് ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. എങ്കിലും തങ്ങളുടെ വംശത്തിലൂടെ ദൈവത്തിന്റെ രക്ഷകൻ ഈ ലോകത്തിൽ വരുമെന്ന് അവർ വിശ്വസിച്ചു. അവർ അതിൽ ആ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറയാമെന്ന ആശയം ഇതാണ്: അവർ തങ്ങളുടെ ജീവിതകാലത്തിനും അപ്പുറം നിറവേറേണ്ട വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് ജീവിച്ചു. നമ്മുടെ വിശ്വാസം ഇന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ നമ്മുടെ കൈപ്പടിയിൽ ഇപ്പോൾ ലഭിക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നമ്മുടെ വിശ്വാസം നിൽക്കുന്നത്? അതോ നമ്മളിലൂടെ ദൈവം നടപ്പിലാകുമെന്നുള്ള പ്രതീക്ഷയിൽ, നമ്മുടെ തലമുറയിലൂടെ ദൈവം നടപ്പിലാക്കുന്ന പ്രതീക്ഷയിൽ നാം ദൈവത്തെ മുറുകെ പറ്റുന്നുണ്ടോ? നമുക്ക് അബ്രഹാമിന്റെ തന്നെ ആ വിശ്വാസത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും, 25 വർഷം ഒരു കുഞ്ഞിന് വേണ്ടി അബ്രഹാം വെയിറ്റ് ചെയ്തു. തനിക്ക് ലഭിച്ച ആ ആദ്യത്തെ ആ വാഗ്ദത്തം ലഭിക്കുമ്പോൾ അബ്രഹാം ഏകദേശം 75 വയസ്സായിരുന്നു. പിന്നെ 100-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനെ ആ രീതിയിൽ ഒരു പൈതലിനെ ലഭിക്കുന്നത്. അപ്പൊ 25 വർഷത്തോളം അതിനിടയ്ക്ക് അബ്രഹാമിന് ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ സാറ ഒരു പ്രേരണ നൽകുന്നുണ്ട്, തന്റെ ദാസിയിലൂടെ ഒരു മകനെ ലഭിക്കുമെന്നപ്പോൾ അവിടെ ഒരു അനുസരണക്കേട് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അവിശ്വാസം സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും
ദൈവം തന്റെ പ്രോമിസിനെ ഒന്നും കൂടെ അവന് മുമ്പിൽ നൽകുന്നുണ്ട്. അങ്ങനെ 100-ാം വയസ്സിലാണ് ആ കുഞ്ഞ് വാക്ക് സന്തതി അബ്രഹാമിന് ലഭിക്കുന്നത്. അപ്പോൾ 25 വർഷവും അബ്രഹാം ഒരുപക്ഷെ നാം നോക്കുവാണെങ്കിൽ സഹിഷ്ണുതയോടെ, സഹനത്തിലൂടെ ആ ദൈവം വാഗ്ദത്തം ചെയ്തവൻ ശക്തനെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ രീതിയിൽ കർത്താവിനെ ശരണപ്പെട്ടുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾ ചെലവഴിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുത അല്ലെങ്കിൽ സഹിച്ചുകൊണ്ട് ആ സഹനത്തിലൂടെ ദൈവസന്നിധിയിൽ നാം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ നമ്മൾ ഇസ്ഹാക്കിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ ഗോത്രപിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അല്ലെങ്കിൽ ഇസ്ഹാക്കിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ ഇസ്ഹാക്ക് തന്റെ കാഴ്ച കുറഞ്ഞപ്പോൾ പോലും തനിക്ക് ശേഷം വരാനുള്ള തലമുറകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് യാക്കോബിനെയും ഏശാവിനെയും അനുഗ്രഹിക്കുന്നു. അവിടെ അനുഗ്രഹിക്കുമ്പോൾ ഇസ്ഹാക്ക് ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്ന ഒരു സംഭവം അവിടെ സംഭവിക്കുന്നുണ്ട്. ആ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ മൂത്തവൻ ഇളയവൻ എന്നുള്ളതിന്റെ അനുഗ്രഹം നൽകുവാൻ. അതുപോലെ വഞ്ചിക്കപ്പെട്ടു പോയ യാക്കോബിനെ വഞ്ചിക്കപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് ഇസ്ഹാക്ക്. അവനെ ആ വഞ്ചനയെല്ലാം മറന്നുകൊണ്ട് ദൈവത്തിന്റെ പരമാധികാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ഹാക്ക് കാര്യത്തിലെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 3, യാക്കോബിനെ കുറിച്ച് നോക്കുമ്പോൾ യാക്കോബിന്റെ അവസാന കാലത്ത് താൻ തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അഭിപ്രായം വായിക്കുന്നു, വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേഫിന്റെ മക്കളെ ഇവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുക, ആ പദപ്രയോഗം ഞാനിങ്ങനെ വളരെയധികം ചിന്തിക്കുകയിടയായി. തന്റെ ശക്തിയുടെ പ്രദർശനമായിരുന്നു ഒരുപക്ഷെ യാക്കോബിന്റെ ജീവിതകാലം മുഴുവനും. തന്റെ ഉപായത്താൽ, തന്റെ പല രീതിയിലുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപായിയായ യാക്കോബിനെയാണ് ജീവിതകാലം മുഴുവൻ നാം കാണുന്നതെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക സമയത്ത് അവന്റെ ശക്തി ചോർന്നുപോയി. ഇവിടെ ഇത് അവസാന കാലത്ത് എത്തിയപ്പോൾ വടിയിൽ ചാരിക്കൊണ്ട്, പക്ഷെ തന്റെ ശക്തി ക്ഷയിക്കുമ്പോൾ ആ വടിയിൽ ചാരിക്കൊണ്ട് ദൈവത്തെ നമസ്കരിക്കുന്നു. ദൈവത്തിന്റെ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് അനുഗ്രഹങ്ങൾ നൽകുന്ന യാക്കോബിനെയാണ് നാം കാണുന്നത്. ഈ ആശയങ്ങളെല്ലാം കൊടിയിരിക്കുവാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ അവകാശമായി ലഭിച്ചുവെങ്കിലും അതിനെ പൂർണ്ണമായി മനസ്സിലാക്കുവാനോ അതിനെ പൂർണ്ണമായിട്ട് കാണുവാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ ആ ഓരോ നിമിഷവും അതിനെ സഹിഷ്ണുതയോടുകൂടെ, വിശ്വാസത്തിന്റെ സഹിഷ്ണുതയോടുകൂടെ ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്തവൻ ശക്തനെന്ന് വാഗ്ദത്തം നാം വായിക്കുന്നുണ്ട്. തന്റെ പുത്രനെ യാഗം അർപ്പിക്കുമ്പോൾ നാം വായിക്കുന്ന വാദം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്നുകയും. ഞാൻ പലപ്പോഴും ആലോചിച്ചത് അതിനു മുമ്പ് ദൈവം ആരെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിനെ കുറിച്ച് കാര്യം സംഭവിച്ചിട്ടില്ല. അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കുമ്പോൾ എന്തായിരുന്നു അബ്രഹാമിന്റെ മനസ്സിലെ ചിന്ത? വാഗ്ദത്ത സന്തതിയായി നൽകി 25 വർഷം വെയിറ്റ് നൽകിയ പൈതലിനെ യാഗം അർപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ മനസ്സിലെ ചിന്ത മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് വിചാരിക്കുന്നു. അതിന്റെ ആഴം നമുക്കും ആർക്കും അതിന്റെ അത്രയും അർത്ഥത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനോ നമുക്ക് ആശയത്തെ ഉൾക്കൊള്ളുവാനോ പൂർണ്ണമായിട്ട് കഴിയുകയില്ല. കാരണം അബ്രഹാമിന്റെ ആ കാലഘട്ടത്തിൽ നാം ഈ ദൈവത്തെ വായിക്കുന്ന പോലെ ദൈവത്തെ മനസ്സിലാക്കുവാനുള്ള യാതൊരു പുസ്തകങ്ങളും അല്ലെങ്കിൽ ക്രമീകരണവും ഇല്ല. മറിച്ച് അബ്രഹാം തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അറിഞ്ഞ ദൈവത്തെ ശക്തൻ എന്തിനു വേണ്ടി? തന്റെ കുഞ്ഞിനെ യാഗം അർപ്പിച്ചാൽ തന്നെയും താൻ ഈ കുഞ്ഞിനോട് തന്നെ തന്റെ ആ വലിയ ജാതിയാക്കുമെന്നുള്ള വാർത്ത നിർവഹിക്കുമെന്ന് അബ്രഹാം കാണുകയാണ്. ആ കാഴ്ചയുടെ ആഴം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അബ്രഹാമിന്റെ ആ കാലിൽ തന്നെ നാം എങ്ങനെയിരിക്കും? അബ്രഹാം ചിന്തിക്കുവാണ്, ഈ കുഞ്ഞിനെ ഞാൻ യാഗം കഴിക്കുകയാണ്. ആ കുഞ്ഞിനെ യാഗം കഴിച്ചാൽ ദൈവം അവനെ ഉയർത്തിക്കും.
അവനെ ഒരു വലിയ അവനിലൂടെ തന്റെ ഒരു വലിയ ജാതിയാക്കുന്നുള്ള ദൈവത്തിന്റെ വാക്ക് നിവർത്തിക്കും എന്നിങ്ങനെ അബ്രഹാം അടിയുറച്ച് വിശ്വസിക്കുക. എന്തൊരു ആഴമേറിയ വിശ്വാസമാണ്. വെറുതെയല്ലോ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന ആ ഒരു സ്ഥാനം നൽകുവാൻ. നാം ഈ ആശയങ്ങളെ അതിന്റെ ആശയങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ഈ വാക്യത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാനാണ്. ഈ വാക്യത്തിൽ വിശ്വാസ ജീവിതത്തിന്റെ ഒരു മനോഹരമായിരിക്കുന്ന രൂപരേഖ, a good plan of faith life കാണാൻ സാധിക്കും. വിശ്വാസ ജീവിതത്തിന്റെ ഒരു മനോഹരമായ രൂപരേഖ. 5 ആശയങ്ങൾ അതുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് സമയത്തിന് മുമ്പേ തന്നെ പറഞ്ഞു തീർക്കാമെന്ന് ഞാൻ വിചാരിക്കുക. നമുക്ക് ഈ വാക്യം ഒന്നുകൂടെ വായിക്കാം. 5 പ്രത്യേകതകൾ നിങ്ങൾക്ക് ഈ വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ 5 പ്രത്യേകതകൾ. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്ന് അത് കണ്ട് അഭിനന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ മരിച്ചു. ഒന്നാമത്തത് ദൂരത്ത് നിന്ന് കണ്ടു. ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ, അത് നൽകിയ ദൈവത്തെയും അവര് ദൂരത്ത് നിന്ന് കണ്ടു. തീർച്ചയായിട്ടും മാനുഷികമായ കണ്ണുകളെ കൊണ്ട് കാണുന്ന കാഴ്ചയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഹാവിംഗ് സീൻ ദം അഫാർ ഓഫ്, ആത്മീയമായ ഒരു കാഴ്ചയാണത്. നാം ഇപ്പോൾ നേരത്തെ യുകെയിലേക്ക് പോയിന്ന് നാം കേട്ടു. ഒരുപക്ഷെ തന്റെ ആദ്യത്തെ യാത്രയാണെങ്കിൽ ഈ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചില ദിവസങ്ങൾ തന്നെ ഞാൻ ആദ്യകാലത്തെ കൂടെ എനിക്ക് കൃത്യമായി ഓർക്കുന്നുണ്ട്. എല്ലാ ദിവസവും അതെങ്ങനെയായിരിക്കും നാം ചിന്തിക്കുക. ചെയ്തുവിടാൻ കാണാത്ത ഒരു കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സിൽ വിഭാവനം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെ പോകുന്നതും പോയാൽ എന്ത് സംഭവിക്കുന്നു എന്നെല്ലാം നമ്മുടെ ചിന്തകളിൽ അതിനെ മുഴുവനായിട്ടും നമ്മുടെ ചിന്തയിൽ അങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വാസത്താൽ കാണുക എന്ന് പറയുമ്പോൾ അബ്രഹാം ആ വാഗ്ദത്തങ്ങളെ, കൂടാതെ വാഗ്ദത്തം ചെയ്തവരെയും തന്റെ വിശ്വാസ കണ്ണാൽ എല്ലാ ദിവസവും ദർശിച്ചുകൊണ്ടിരിക്കും. നിങ്ങളോടെ അതൊരു ആഴമേറിയ അനുഭവമാണ്. നമുക്ക് രണ്ടാമത്തെ ആശയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 2 Corinthians 5:7 വാക്യങ്ങൾ വായിക്കാം. 2 Corinthians 5:7 നാം കാണുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടത്തുന്നു. ഇവിടെ ഈ ആശയത്തിനോട് ചേർന്ന് പോകുന്ന വാക്യമാണ് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്നത്. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ നടപ്പ് അത് വിശ്വാസത്താലാണ്. അപ്പോൾ കണ്ട് തൃപ്തിപ്പെടുന്ന ക്രിസ്ത്യങ്ങൾ മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അവന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഒരു വിശ്വാസ ജീവിതം എന്നുകൊണ്ട് ദൈവജനം പറയുന്നു. നമ്മൾ എബ്രായലേഖനം 19 കാണുന്നു, അവർ ദൈവം ശില്പിയും നിർമ്മാതാവുമായിട്ടുള്ള നഗരത്തെ കണ്ടുകൊണ്ട് പാർത്തു. അപ്പൊ അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ഭാവനയിലും അവരുടെ ആത്മീയ കാഴ്ചയിലും ദൈവം ശില്പിയെ നിർമ്മിക്കുന്ന ഭവനത്തിനായിട്ട് അവർ ആഗ്രഹിച്ചുകൊണ്ട് ആളിൽ ജീവിക്കുകയാണ്. രണ്ടാമത്തെ ആശയം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ആശയം they were persuaded of them. ഇംഗ്ലീഷിൽ ആ വാക്കുപ്രയോഗം വളരെ വ്യക്തമാണ്. മലയാളത്തിലെ ആ ആശയം പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ വിശ്വസിക്കുകയും എന്നൊരു പദം അവിടെ മലയാളത്തിലുണ്ട്. അതിനെങ്ങനെ പറയാം? ഉറച്ചുള്ള ബോധ്യം, അല്ലെങ്കിൽ ആഴമായി ബോധ്യപ്പെടുന്ന ഒരു ചില വസ്തുതകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പെർസ്വേഡഡ് ഓഫ് ദം എന്ന് പറഞ്ഞാല് പ്രേരിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങൾ. ഇവിടെ ഈ വാഗ്ദത്തങ്ങൾ അവരെ ചില കാര്യങ്ങൾക്കായി പ്രേരിപ്പിക്കപ്പെട്ടു, ഉറച്ച ബോധ്യമുള്ളവരാണ്. അപ്പോൾ കാഴ്ച ഉറച്ച ബോധ്യം നൽകുന്ന ചില കാഴ്ചകളാണ്. അവരുടെ ഉറച്ച ബോധ്യമുള്ളത് അവരുടെ ഹൃദയത്തിൽ അവർക്ക് ആഴമേറിയ ഒരു കൺവിക്ഷനിലേക്ക് അവർ നയിച്ചു എന്നുള്ള ആശയമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഉദാഹരണം എന്താണ്? നാം റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ വായിച്ച പദപ്രയോഗമാണ്,
വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. ഈ ഉറപ്പ് ദൈവവചനത്താൽ പ്രേരിപ്പിക്കപ്പെടുമ്പോൾ, കൺവിക്ഷൻ നൽകപ്പെടുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. നാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അനുദിനം വായിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വാഗ്ദത്തങ്ങൾ നമ്മിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണം, നമ്മെ പ്രേരിപ്പിക്കുവാൻ അനുവദിക്കണം, നമ്മെ ബോധ്യപ്പെടുത്തുവാൻ അനുവദിക്കണം. അങ്ങനെ ദൈവത്തിലും ദൈവവചനത്തിന്റെ അടിസ്ഥാനങ്ങളിലും നമ്മെ തന്നെ ബോധ്യമുള്ളവരായി, ആ കൺവിക്ഷൻ ഉള്ളവരായി നിൽക്കുമ്പോഴാണ് ഇവിടെ നാം അബ്രഹാം ചെയ്തതുപോലെ പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു നിന്നു എന്നുള്ള ആ ആശയം അവിടെ ലഭിക്കുന്നു. സോ they were persuaded of them. മൂന്നാമത്തെ പദപ്രയോഗമാണ് മലയാളത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അവയെ ആശ്ലേഷിക്കുകയും നാം ഇങ്ങനെ നാം കാണുന്നത് അത് കണ്ടു അഭിനന്ദിച്ചു എന്നാണ്. ഇംഗ്ലീഷിലെ ആശയം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കാണുന്നത് and embraced them. നമ്മൾക്ക് ബോധ്യമുള്ള ഒരു വസ്തുതയെ വൈകാരികമായി അതിനെ ആലിംഗനം ചെയ്യുന്ന, ആശ്ലേഷിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആത്മീയ കണ്ണുകൊണ്ട് കണ്ടു അവയെ ആ കണ്ട വാഗ്ദത്തങ്ങളെ കൊണ്ട് എന്റെ ജീവിതത്തെ ഉറച്ച ബോധ്യമുണ്ട്. അതിനെ ആശ്ലേഷിക്കുന്ന, എന്റേതാക്കി തീർക്കുന്ന, ഇമോഷണലി കണക്ട് ചെയ്യുന്ന, വൈകാരികമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ ദൈവദാസന്മാരുടെ, ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായത്. അപ്പോൾ നമുക്ക് ആ വിശ്വാസ ജീവിതത്തിന്റെ ആ രൂപരേഖ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവർ കണ്ടു, അത് കഴിഞ്ഞ് അവർ പ്രേരിപ്പിക്കപ്പെട്ടു, അത് കഴിഞ്ഞ് അവരതിനെ അഭിനന്ദിച്ചു, അല്ലെങ്കിൽ ആശ്ലേഷണം ചെയ്തു. നാലാമതെന്താണ് നമുക്ക് വായിക്കുന്നു, അന്യനും പരദേശികളുമാകുന്നു എന്ന് ഏറ്റുപറയുകയും ചെയ്തു. അവരെ ഏറ്റുപറയുന്ന വളരെ ഏതെങ്കിലും സമയത്തിന് ഏറ്റുപറയുകയല്ല, അവരുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും അവരുടെ ഡിക്ലറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഏറ്റുപറച്ച്, ഞാൻ അന്യനാണ്, ഈ ഭൂമിയിൽ ഞാൻ അന്യനാണ്, പരദേശികളാണ്. അബ്രഹാമിന്റെ ജീവിതം നോക്കുമ്പോൾ വളരെയധികം അനുഭവങ്ങൾ ആരെങ്കിലും കാണാൻ സാധിക്കും. എനിക്ക് ദൈവത്തിൽ നല്ലാതെ ഒരു അനുഗ്രഹവും വേണ്ട എന്ന് പറഞ്ഞ് യുദ്ധത്തിൽ ലഭിച്ച കൊള്ളയെ അതിൽ തിരിച്ചു കൊടുക്കുന്ന അബ്രഹാമിനെ കാണാൻ സാധിക്കും. അങ്ങനെ പല സന്ദർഭങ്ങളിലും ദൈവികമായത് മാത്രം മതി എന്ന രീതിയിൽ ഞാൻ ഇവിടെ അന്യനും പരദേശിയുമാണ് എന്ന് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ, അതായത് നാം കേവലം വിശ്വാസത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായിരുന്ന കൂട്ടായ്മകളിലോ മാത്രമല്ല, അനുദിന ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ അവിടെ എടുക്കുന്ന സ്റ്റാൻഡ്, ഞാൻ അന്യനും പരദേശിയുമാണ്, ഈ ഭൂമിയിൽ ഞാൻ പരദേശിയാണ് എന്നുള്ള ആ സ്റ്റാൻഡിലാണ് ഇവരെ ചെയ്തത് എന്നാണ്. അപ്പോഴും അബ്രഹാം അവരുടെ ഭവനം ചമച്ചില്ല, കൂടാരം അടിച്ച് തന്നെ നാം വായിക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തെ നാം ചിന്തിക്കാറുണ്ട്. നാം വായിക്കുന്ന ഫിലിപ്പിയർ നമ്മളുടെ പൗരത്വം സ്വർഗ്ഗത്തിലാവുന്നു, അതുപോലെ നാം ഈ ഭൂമിയിൽ അന്യനും പരദേശികളുമാണെന്ന് എത്രയോ വാക്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലോ നമുക്ക് ആ സ്റ്റാൻഡ് നമ്മൾ എടുക്കാറുണ്ടോ? നാം സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടുമ്പോൾ, അല്ലെങ്കിൽ നാം നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വസ്തുവകളെ നമ്മൾ കൈവശമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ പ്രമാണത്തെ നാം മറന്നു പോകാറുണ്ട്. എന്റെ ജീവിതത്തിലും ഞാൻ എപ്പോഴും അത് ചിന്തിക്കുവാൻ തക്കോണം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. നമ്മളെല്ലാവരും ജീവിതത്തിലെ പരാജയങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നാം കാണുന്നു, ഒരു വിശ്വാസ ജീവിതത്തിന്റെ ആ വലിയ ഒരു പ്ലാൻ നമ്മുടെ മുമ്പിൽ ഈ പഴയ വിശുദ്ധന്മാർ വരച്ച് കാണിച്ചു തരുക. അവർ വിശ്വാസത്തിന്റെ കണ്ണാൽ കണ്ട്, വിശ്വാസത്തിന്റെ കണ്ട കാര്യങ്ങളെ അവരതിനാൽ പ്രേരിപ്പിക്കപ്പെടുവാൻ, ബോധ്യപ്പെടുവാൻ നമ്മൾ അനുവദിച്ച്, അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ അതിനെ ആശ്ലേഷിച്ച്, മാത്രമല്ല അവസരം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ അന്യനും പരദേശികളുമാണെന്ന് അവരെ വ്യക്തമായ സ്റ്റാൻഡ് എടുക്കുന്നു. ഞാൻ ഇപ്രകാരം തന്നെ ചിന്തിക്കുവാൻ ശ്രമിക്കുക. ഒരുപക്ഷെ അവരുടെ എല്ലാ ദിവസവും ജീവിതം ആരംഭിക്കുന്നത്
അവരെ ഈ വാഗ്ദത്തങ്ങളെ ഓരോന്നായിട്ട് ഈ വാക്യങ്ങൾ നാം സാധാരണ പറയും, നമുക്ക് എല്ലാ ദിവസവും രാവിലെ ദൈവത്തിനെ വായിക്കണം, ദൈവത്തിനെ വായിച്ച് പ്രാർത്ഥിക്കും, നാം ആ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. എന്നാൽ അന്ന് അബ്രഹാം ഇപ്പോഴൊരു പുസ്തകം എന്ന രീതിയിൽ ദൈവനം ലഭിച്ചിട്ടില്ല. അപ്പോൾ അന്ന് അബ്രഹാം ഒരുപക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ ഓരോന്നായി ഓർത്തുകൊണ്ട് അവയെ ഓർക്കുക, അവയെ വിശ്വാസക്കണ്ണാൽ കണ്ട് അവയാൽ ബോധ്യപ്പെട്ട് അതിനെ ആശ്ലേഷിച്ച് ഓരോ ദിവസവും തനിക്ക് ലഭിക്കുന്ന ആത്മീയ ജീവിതത്തിലെ അനുഭവങ്ങളെ, ആ ബോധ്യങ്ങളെ പ്രഖ്യാപിക്കുന്ന ഒരു ജീവിതത്തിന്റെ അവസ്ഥയായിരുന്നു പഴയ വിശുദ്ധന്മാർ അല്ലെങ്കിൽ പിതാക്കന്മാർ ഈ വാർത്തകളെ നമ്മോട് പറഞ്ഞിരുന്ന ആശയം. നിങ്ങളൊരു വലിയൊരു വിശ്വാസ ജീവിതത്തിന്റെ പ്ലാനാണ് ദൈവം നമ്മൾ നൽകുന്നത്. ഞാനത് എത്രമാത്രം കണ്ടിരുന്നു എനിക്കറിയില്ല, പക്ഷെ ഈ വാക്യം ഞാൻ വളരെയധികം എന്നെ സ്പർശിച്ചൊരു വാക്യമാണ്. ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ നാം ഓരോ ദിവസവും ഓർത്തുകൊണ്ട് അത് എന്റേതാക്കുവാൻ, എന്റെ അനുഭവമാക്കുവാൻ, എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ, എന്റെ പ്രഖ്യാപനമാക്കുവാൻ തക്കവണ്ണം ചെയ്താൽ മാത്രമേ ദൈവവചനം നമ്മിൽ അതിൽ പ്രവർത്തീകരിക്കുള്ളൂ. എന്റെ 5ാമത്തെ പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ കണ്ടുപിടിക്കുന്നു. 5ാമത്തെ പോയിന്റ് നാം വായിക്കുന്നത്, അവർ വിശ്വാസത്തിൽ മരിച്ചു. Died in faith. അതിന്റെ അർത്ഥം എന്താ? They died not in doubt. അവരൊരിക്കലും സംശയത്തിലല്ല മരിച്ചത്. ഈ വാഗ്ദത്തം ചെയ്തവൻ ശക്തൻ, ആ വാഗ്ദത്തം നൽകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അവർ മരിച്ചത്. നമുക്കറിയാം, അവസാനം യോസേഫ് ഈജിപ്തിൽ മരിക്കുമ്പോൾ ഈ വാഗ്ദത്തം ഉറപ്പാണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാ പറഞ്ഞ്, നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ എന്റെ അസ്ഥികളെ തിരിച്ചു കൊണ്ടുപോകണമെന്നുള്ള കൽപ്പന കൊടുത്തത് ഈ ഒരു ഉറപ്പിന്മേലാണ്. ആലോചിച്ചു, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ മക്കൾ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ആ കൽപ്പനയെ അവർ പ്രമാണിച്ചു. പിതാക്കന്മാരുടെ ബോധ്യം അത്രയായിരുന്നു. അവർ മരിച്ചതും ഒരു ഡൗട്ടല്ല, ഈ വാഗ്ദത്തം എനിക്ക് ലഭിക്കുമോ, ഞാൻ വലിയൊരു ജാതിയാകുമോ എന്നൊരു ഡൗട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തം, ആ വാഗ്ദത്തങ്ങളെ ലഭിക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്താൽ അവർ മരിച്ചു. അതാണ് നാം വായിക്കുന്നത്. വിശ്വാസത്താൽ നാം വായിക്കുന്നു, ഇവരെല്ലാവരും വാഗ്ദത്തത്തിന്റെ നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു, ഭൂമിയിൽ തങ്ങൾ അന്യനും പരദേശവും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ, വിശ്വാസ ജീവിതത്തിന്റെ ഒരു മനോഹരമായിരിക്കുന്ന രൂപരേഖ. നമുക്കും ഈ ഒരു രൂപരേഖയെ അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഞാൻ അടക്കമുള്ള നമ്മളെല്ലാവരും തന്നെ ഈ വാക്യത്തെ വാസ്തവമായി നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രമാണങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, നമുക്ക് എത്രയോ വാഗ്ദത്തങ്ങളുണ്ട്. ഞാൻ ചില വാഗ്ദത്തങ്ങളിലെ എഴുതി വെച്ചിരിക്കുന്നു. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ പൂർണ്ണത പ്രാപിക്കുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ക്രിസ്തുവിൽ മഹത്വത്തോളം പൂർണ്ണമായി തീർത്തു തരും. അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാൻ വന്ന് വീണ്ടും നിങ്ങളെ കരുത്തിൽ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനെ. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു, ക്ഷയിച്ചു പോകാവുന്നതും മാലിന്യമില്ലാത്തതുമായ ഒരു അവകാശത്തേക്ക് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ എത്രയോ വാഗ്ദത്തങ്ങൾ. ഈ വാഗ്ദത്തങ്ങളെ ഒരുപക്ഷെ ഞാൻ ഇപ്പോൾ ഈ എല്ലാ വാഗ്ദത്തങ്ങളെയും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. എന്നാൽ ഈ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തരെന്ന് എണ്ണിക്കൊണ്ട്, ഈ വാഗ്ദത്തങ്ങളെ ഓരോന്നിനെയും വായിച്ചുകൊണ്ട്, ഇവയെ വിശ്വാസക്കണ്ണാൽ കണ്ടുകൊണ്ട്, ആ വാഗ്ദത്തങ്ങളാൽ നേരിപ്പിക്കപ്പെട്ട്, ആ വാഗ്ദത്തങ്ങളെ ഹൃദയത്തിലേക്ക് നമ്മൾ ആശ്ലേഷം ചെയ്തുകൊണ്ട്, ആ വാഗ്ദത്തങ്ങളുടെ വളരെ ആഴമായി വിശ്വസിച്ച് നമ്മുടെ മരണത്തിലും വാഗ്ദത്തം ചെയ്തവർ നിവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മരിക്കുമെന്നപ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും ഈ ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുമെന്നപ്പോൾ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവൻ തന്റെ വഴി വാക്കുകളെ മാറുകയില്ല എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
അബ്രഹാമിന്റെ അല്ലെങ്കിൽ പഴയ വിശുദ്ധന്മാരുടെ ഈ ജീവിതത്തിന്റെ ഈ രേഖ, ഈ വിശ്വാസ ജീവിതത്തിന്റെ രേഖ നമ്മുടെയും ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു രൂപരേഖയായി മാറുവാൻ തക്കമാണ്. മറ്റുള്ളവരും അത് കാണുവാൻ തക്കമാണ്. നമ്മുടെ അടുത്തലമുറയും അത് കണ്ട് ദൈവത്തെ അനുഗമിക്കാൻ തക്കമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്താം. ദൈവത്തിനാണ് ഒത്തുപാടാകട്ടെ. സമയത്തിനായിട്ട് ദൈവത്തെയും സഹായിക്കുന്നതിനും ഈ സമയം നൽകിയതായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും നന്ദി.